ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിന്നുവിനെ ദാസേറിന് ഇഷ്ടായോ? എല്ലാവർക്കും അവളെ ഇഷ്ടാവും. അങ്ങനത്തെ പ്രകൃതക്കാരെ ചിന്നു. പിന്നെ ഞങ്ങൾ വഴക്കൂടുന്നൊന്നും ദാസേട്ടൻ കാര്യാക്കണ്ട. പാവം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിഷമിച്ച് നിൽക്കുന്നതാണ്. ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എന്തെങ്കിലും വിഷമം ഉള്ളിലുണ്ടെങ്കിൽ മാറട്ടെ എന്ന് കരുതി ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കണം. എല്ലാവരെയും സഹായിച്ച് അവരെയും സന്തോഷിപ്പിക്കണം. അതാ എനിക്കിഷ്ടം. പിന്നെ ദാസേറിനെ പോലെ എനിക്ക് കിട്ടിയ രണ്ടുപേരാ, ചിന്നും സീതാന്റി. പാവം സീതാന്റി സംസാരിക്കില്ല. അവിടെ എല്ലാവർക്കും വലിയ കാര്യ ഇവളോട്. ഇനി ഒരാളോടെ ഉണ്ട്, ചന്ദ്രാമ്മ. പ്രസവിച്ചില്ലെങ്കിലും എന്റെ അമ്മ തന്നെ. അതെ, ഒരു ദിവസം ഞാൻ ചന്ദ്രാമ്മയും സീതാന്റിയും ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാസേറിന് പരിചയപ്പെടാലോ. ആയിക്കോട്ടെ. എന്താണ് കൊറേ നേരം ആയല്ലോ കത്തി വെക്കുന്നു. ഈ പാവത്തിനൊന്ന് കഴിക്കാൻ താ സമ്മതിക്കൂലേ? മനുഷ്യൻ ആഹാരം കഴിക്കുമ്പോഴെങ്കിലും തന്റെ മണ്ടത്തിലൊന്ന് നിർത്ത്, എന്നിട്ട് മര്യാദക്കിരുന്ന് കഴിക്കും. തന്റെ അഹങ്കാരത്തെ കുറിച്ചും അറിവില്ലായ്മയെ കുറിച്ചും ദാസേനോട് പറയുമായിരുന്നു. ഹലോ, മുഖം വെറുപ്പിക്കണ്ട. ഞാൻ ചന്ദ്രാമയെ കുറിച്ചും സീതാന്റിയെ കുറിച്ചും സംസാരിക്കുമായിരുന്നു. അവരൊരു ദിവസം ദാസേനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാരും പറയുമായിരുന്നു. അങ്ങനെ നല്ല കാര്യം വല്ലതും പറ. അല്ല, അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ താൻ നല്ലതൊക്കെ പറയാറുള്ളൂ. അല്ല, ഭക്ഷണം എങ്ങനെയുണ്ട്? അത് പറഞ്ഞില്ലല്ലോ. വായിൽ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പ് കാരണം കഴിക്കുന്നതേ ഉള്ളൂ. അല്ല, താനുണ്ടാക്കിയ ആഹാരം താൻ കഴിക്കുന്നില്ലേ? നിങ്ങൾ കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല. താനൊരിക്കെ നമുക്ക് 3 പേർ കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം. മോളിരുന്നു. കഴിക്ക്. കഴി